ഇന്ന് വളരെ രസകരമായ ഒരു കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു പെൺകുട്ടി ജോലിക്ക് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവൾ ഒരിക്കലും വിചാരിക്കാത്ത കുറേ കാര്യങ്ങളാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതൊക്കെ എന്താണെന്ന് വളരെ രസകരമായി നമുക്ക് പറഞ്ഞു തന്ന 2021 റിലീസായ കൺവീനിയൻസ് സ്റ്റോർ ഫ്ലിംഗ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും ഈ ചാനലിനും വളരെ പ്രധാനമായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജൂഹയെ കാണിച്ചുകൊണ്ടാണ്. ജൂഹ കയ്യിലൊരു ബണ്ണും പിടിച്ചുകൊണ്ട് വളരെ കൊതിയോടെ അതിനെ നോക്കി നടക്കുന്നത് നമുക്ക് കാണാം. അവൾക്കത് കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. കഴിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ഓപ്പോസിറ്റ് നടന്നു വന്ന ഒരു പയ്യൻ അറിയാതെ അവളെ തട്ടുകയും കയ്യിൽ നിന്ന് ആ ബണ്ണ് താഴെ വീഴുകയും ചെയ്യുന്നു. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ ആ പയ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പക്ഷെ ആ ദേഷ്യമൊക്കെ എങ്ങോട്ട് പോയെന്നറിയില്ല. കാരണം ആ സുന്ദരനായ പയ്യനെ കണ്ട് അവൾ അങ്ങ് മതി മറന്നുപോയി. അവനാകട്ടെ അയ്യോ സോറി, ഞാൻ അറിയാതെ തട്ടിയതാ, ഞാൻ ജോലിക്ക് അത്യാവശ്യമായി പോകുന്നത് കൊണ്ട് കുറച്ച് ധൃതിയിൽ ശ്രദ്ധിച്ചില്ല എന്നെല്ലാം പറയുമ്പോ അത് സാരമില്ല, ഫുഡ് വേറെ മേടിക്കാലോ, പക്ഷെ ജോലിക്ക് കറക്റ്റ് ടൈം എത്തിയില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ, സാരമില്ല, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയതിന് താങ്ക്സ് എന്നെല്ലാം അവനും പറയുന്നു. അങ്ങനെ പിന്നീട് അന്ന് തന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ ശേഷം ജൂഹ തന്റെ താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലേക്ക് കയറുന്ന ടീം അവൾ ഇപ്പോ സ്ഥിരമായി ചാറ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ സുഹൃത്തിനോട് അപ്പോഴും ചാറ്റ് ചെയ്യാണ്. ആ സുഹൃത്തിനെ അവൾ കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെ സ്ഥിരം മെസ്സേജുകൾ അയക്കാറുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ അടുത്ത ദിവസം താൻ ഒരു ഫാൻ മീറ്റിന് പോകാനിരിക്കുകയായിരുന്നെന്നും പക്ഷെ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റില് ചില വർക്കുകൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴെന്ന് പറഞ്ഞ് ആ ഫ്രണ്ട് വളരെയധികം സങ്കടപ്പെട്ട് മെസ്സേജ് അയക്കുമ്പോ സാരില്ല, നീ വേണമെങ്കിൽ അതിന് പൊക്കോ, നാളെ ഒരു ദിവസത്തേക്കല്ലേ, ഞാൻ നിനക്ക് പകരം ആ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാം, ഞാൻ കഴിഞ്ഞ 10 വർഷം ഇതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ അവള് പറയുമ്പോ ആ ഫ്രണ്ട് സമ്മതിക്കുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് അടുത്ത ദിവസം രാവിലെ തന്നെ വാ, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിന്റെ അവിടേക്ക് ജൂഹ ചെല്ലുന്നു. അവൾ അവിടെ അവളുടെ ഓൺലൈൻ സുഹൃത്തായ ഒരു പെൺകുട്ടിയെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടിയെ അവിടെയും കാണുന്നില്ല. അവൾ ഷോപ്പിനകത്തേക്ക് നോക്കുമ്പോൾ ഒരു പയ്യനെ കാണുന്നുണ്ട്. അവൾ വേഗം തന്നെ സുഹൃത്തിന് വീണ്ടും മെസ്സേജ് അയക്കുന്നു, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നീ ഇത് എവിടെയാണെന്ന്. അപ്പോ അകത്ത് നിന്ന് ആ പയ്യനാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് ഇവൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഒന്ന്, ഈ പയ്യനെയാണ് ഇന്നലെ ഇവൾ കണ്ടത്, യാദൃശികമായി ഇടിച്ച് കയ്യിലെ ബണ്ണ് താഴെ പോയതൊക്കെ ഇതേ പയ്യനുമായിട്ടാണ്. രണ്ടാമത്തെ കാര്യം, താൻ കാണാത്ത തന്റെ ആ ഓൺലൈൻ സുഹൃത്ത് താൻ വിചാരിച്ചതുപോലെ ഒരു പെൺകുട്ടിയല്ല, മറിച്ച് ഈ പയ്യനാണെന്നും അവൾക്ക് മനസ്സിലാവുന്നു. ആക്ച്വലി ഫോട്ടോ ഒന്നും കാണാതെ പേര് കേട്ട് മാത്രം ചാറ്റ് ചെയ്തപ്പോ അതൊരു പെൺകുട്ടിയാണെന്നാണ് അവൾ കരുതിയത്. അവൾ ആ കാര്യത്തെ പറ്റി പറയുമ്പോൾ അവൻ അവന്റെ ഫുൾ നെയിം പറയുന്നു. എന്റെ പേര് ജങ് സൂബിൻ എന്നാണ്, പക്ഷെ എന്നെ കൂടുതൽ പേരും സൂബിൻ സൂബിൻ എന്ന് ഷോർട്ടാക്കി വിളിക്കുന്നുണ്ട്, ഞാനും ആ പേരാ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്, ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം നിനക്ക് പെണ്ണായിട്ട് തോന്നിയതെന്ന് പറഞ്ഞ് അവൻ ചിരിക്കുമ്പോ കഴിഞ്ഞ ദിവസം യാദൃശികമായി കണ്ടുമുട്ടിയിട്ടും മനസ്സിലായില്ലല്ലോ എന്ന കാര്യം അവൾ ഓർമ്മിപ്പിക്കുമ്പോ രണ്ടുപേരും വീണ്ടും ഒന്നിച്ച് ചിരിക്കുന്നു. അങ്ങനെ ഫാൻ മീറ്റിന് സൂബിൻ അവിടെ നിന്ന് പോകുന്നു. ആ ടീം സൂബിനോട് അവനൊരു ആൺകുട്ടിയാണെന്നറിയാതെ ചാറ്റ് ചെയ്ത കാര്യമൊക്കെ ഓർത്ത് ആകെ അവിടെ ചമ്മി നിൽക്കുകയാണ് ജൂഹ. അവളിങ്ങനെ അതോർത്ത് തനിയെ നിന്ന് ചിരിക്കുന്നൊക്കെയുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഒരു പയ്യന്റെ എൻട്രി. അവന്റെ പേര് ബോങ്ജെ എന്നാണ്. ബോങ്ജെ ആകട്ടെ വന്ന പാടെ ഇവളുടെ അടുത്ത് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ നമ്പർ തരാവോ എന്ന് ചോദിക്കുമ്പോ അവൾക്ക് ഇത് കേട്ട് ആകെ ഒരു അങ്കലാപ്പ് വരുന്നു. ഇതുപോലെ ഒരു സംഭവം തന്റെ ജീവിതത്തിൽ നടന്നത് അവൾ ഓർത്തെടുക്കാണ്. കാരണം അവൾ മുന്നേ ഇതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് നിന്ന ടൈം ഒരു പയ്യൻ ബില്ലിംഗ് സെക്ഷന്റെ അടുത്തേക്ക് എത്തി, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ, നീ ഇന്ന് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇന്ന് ഡിന്നർ ഡേറ്റിന് പോയാലോ, ഞാൻ നിനക്കായിട്ട് അടുത്തുള്ള റെസ്റ്റോറന്റിൽ കാത്തിരിക്കാം, നീ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നാൽ മതി, അതുവരെ ഈ മിൽക്ക് ഷേക്കും കുടിച്ച് നീ എന്നെ പറ്റി തന്നെ ആലോചിക്കണമെന്നെല്ലാം അവൻ ഇങ്ങനെ പറഞ്ഞ് കയ്യിലെ മിൽക്ക് ഷേക്കിലേക്ക് നോക്കുമ്പോൾ അവൾ അത് മേടിക്കുന്നു. കാരണം ഇവൻ തന്നോടാണ് പറഞ്ഞത്, ഇത് തനിക്കായിട്ടുള്ളതാണ്, തന്നെയാണ് ഇവൻ കാത്തിരിക്കാൻ പോകുന്നത് എന്നുള്ള കണക്കുകൂട്ടലിലാണ് അവൾ അത് മേടിക്കുന്നത്. അവൾ എന്നിട്ട് അത് പൊട്ടിച്ചു കുടിക്കാനായി ഒരുങ്ങുമ്പോൾ ഇത് കണ്ട ആ പയ്യന് ദേഷ്യം വരുന്നു. നിങ്ങൾ എന്തേ കാണിക്കുന്നത്, ഞാൻ ബില്ലടിക്കാനായി കൊണ്ടുവന്ന സാധനം നിങ്ങളോട് പൊട്ടിച്ചു കുടിക്കാൻ നോക്കാൻ ആരാ പറഞ്ഞെന്ന് അവൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും തന്നോടല്ല, മറിച്ച് അവൻ ഇയർഫോൺ വഴി സംസാരിക്കുകയായിരുന്നു എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. അവൻ മറ്റാരോടോ ഫോണിലൂടെ പറഞ്ഞത് ഇവളോടാണെന്ന് ആ ഇയർഫോൺ കാണാതെ അവള് തെറ്റിദ്ധരിച്ച് ആകെ അങ്ങനെ ചമ്മി ഒരു സീൻ ഉണ്ടായിരുന്നു. ഇപ്പോ ഇവനും അതുപോലെ വല്ല ഇയർഫോണും വെച്ച് സംസാരിക്കായിരിക്കും എന്നുള്ള അങ്കിലാപ്പിൽ അവള് എന്റെ നമ്പർ ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ റീറ്റെയിൽ ആയിട്ട് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ മേടിക്കാനായിട്ട് എന്നോട് സൂബിനാണ് പറഞ്ഞതെന്ന് ബോങ്ജെ പറയുന്നു. അത് കേൾക്കുന്നവൾ അയ്യോ ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞതല്ല, അത് പിന്നെ ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഇവിടെ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എന്റെ നമ്പർ തരുന്നില്ല എന്ന് പറഞ്ഞത്, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് അവള് പറയുമ്പോൾ ആക്ച്വലി അതിനു വേണ്ടി മാത്രമല്ല, എനിക്ക് നിങ്ങളെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്പർ ചോദിച്ചതാണെന്ന് അവന്റെ ഉള്ളിൽ തോന്നിയ ആ ഒരു കാര്യം ഡയറക്റ്റ് ആയി അവളോട് പറയുന്നു. അവൾ എന്തായാലും അവൻ പറയുന്നതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവളുടെ നമ്പർ അവന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ആ ഒരു ഷോപ്പിൽ തന്നെ നിൽക്കുന്ന ടീം കുറെ കഴിഞ്ഞ് ഫാൻ മീറ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് സൂബിൻ വരുന്നു. അവൻ വളരെ ഹാപ്പിയായി അവളോട് സഹായിച്ചതിന് താങ്ക്സ് പറയുമ്പോൾ ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേന്ന് അവളും പറയുന്നുണ്ട്. കൂടാതെ ഇതുപോലെ
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനൊരു പാർട്ട് ടൈം ജോലി നോക്കാം, അതുകൊണ്ട് ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണെന്ന് അവള് പറയുമ്പോ എങ്കിൽ നീ നാളെ തന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തോ, ഇവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ ഈ സ്റ്റാഫിനെ നോക്കുകയാണെന്ന് അവൻ പറയുന്ന ടീം. നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് നീ പറഞ്ഞ എങ്ങനെ ശരിയാവും, അത് നമ്മൾ ഓണറിനോട് ചോദിക്കേണ്ടെന്ന് പറയുമ്പോ ഞാൻ തന്നെയാണ് ഇതിന്റെ ഓണർ എന്ന് അവൻ പറയുന്നുണ്ട്. അത് കേട്ട് ഇവളാകെ ഷോക്ക് ആവുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഇവിടെ വന്ന് അവൾ ജോയിൻ ചെയ്യുന്നു. ആ ടീം ഇവിടുത്തെ മറ്റൊരു സ്റ്റാഫിനെ അവള് പരിചയപ്പെടുകയാണ്. അവന്റെ പേര് കിം എന്നാണ്. മുന്നേ നമ്മൾ കണ്ട സൂബിനും പിന്നീട് കണ്ട ബോൺജിയും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ജൂഹയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ കിം ആകട്ടെ ഇവളോട് വളരെ റഫ് ആയിട്ടാണ് സംസാരിക്കുന്നത്. വളരെ ടെററായ ഒരാളെ പോലെ ഉണ്ട് അവന്റെ പെരുമാറ്റമൊക്കെ കണ്ട. പക്ഷെ ഇവനെ കാണാനായി തന്നെ ഇവിടേക്ക് കൂൾ ഗേൾസ് കസ്റ്റമേഴ്സ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ തന്നെ അവന്റെ വർക്ക് ടീം കഴിഞ്ഞ് പോയി കഴിയുമ്പോ 2 പെൺകുട്ടികൾ എത്തി. ഷോ കിമ്മ് പോയല്ലോ, ഇന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന് അവിടെ നിന്ന് സങ്കടപ്പെടുന്നത് ജൂഹ കേൾക്കുന്നുണ്ട്. അവൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു റെഗുലർ കസ്റ്റമർ ആയ സിയോക്ക് വരുന്നത്. അയാൾ സ്ഥിരമായി ഇവിടെ നിന്ന് വാങ്ങിക്കാറുള്ള അയാളുടെ വളരെ ഫേവറേറ്റ് ആയ ഒരു ഡ്രിങ്ക്സ് അവിടെ കാണുന്നില്ല. ഷോ അത് തീർന്നോന്ന് ആകെ സങ്കടത്തില് പുറത്തേക്ക് വരാനായി ഒരുങ്ങുമ്പോഴാണ് അവിടെ ബിൽഡിംഗ് സെക്ഷനിൽ അതേ ഡ്രിങ്ക്സിന്റെ ഒരു ബോട്ടിൽ വെച്ചിരിക്കുന്നത് കാണുന്നത്. അവനുടനെ അത് വേണമെന്ന് പറയുമ്പോ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല, ഞാൻ കുടിക്കാനായിട്ട് ഞാൻ കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നതാണെന്ന് അവിടെ ബില്ലടിക്കാനായി നിന്നിരുന്ന ജൂഹ പറയുന്നു. അത് കേൾക്കുന്നവൻ അവളോട് ദേഷ്യപ്പെടാണ്. പറ്റത്തില്ല, ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ അവളും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ടൈമാണ് ഇവരെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് സൂബിന്റെ വരവ്. അവൻ ഒരു K-pop ഗ്രൂപ്പിന്റെ വലിയ ഫാനാണ്. അവരുടെ ഒരു പോസ്റ്ററുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഇത് എവിടെ ഒട്ടിക്കണമെന്നൊക്കെ ചോദിച്ച് അവൻ ഇവളോട് സജഷൻ ഒക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ടൈം അവിടേക്ക് ബോങ് ചെയ്യും വരുന്നു. അവൻ ഇവളെ ഡിന്നർ ഡേറ്റിന് വിളിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവളുടെ 3 ഭാഗത്ത് നിന്നും 3 പയ്യന്മാര് പല പല കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പില് സിയോക്കാകട്ടെ അവളുടെ സമ്മതം പോലും ചോദിക്കാതെ ആ ഒരു ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നുണ്ട്. അവളാണെങ്കിൽ എങ്ങോട്ട് നോക്കണം, ആരോട് മറുപടി പറയണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്നിച്ചാണ് സൂബിനും ജൂഹയും വരുന്ന ടീം അവൻ ആ ഒരു ഡ്രിങ്ക്സിനെ പറ്റി അവളോട് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റോറിൽ ആ ഒരു ഡ്രിങ്ക്സിന് വലിയ കസ്റ്റമേഴ്സ് ഒന്നുമില്ല, ആകെപ്പാടെ അത് സ്ഥിരമായി വാങ്ങുന്നത് സിയോക്ക് മാത്രമാണ്. അതുകൊണ്ട് അവന് വേണ്ടി ഡെയിലി അതിന്റെ ഒരു ബോട്ടില് ഞാൻ ഷോപ്പിലുണ്ടെന്ന് ഉറപ്പ് വരുത്താറുണ്ട്. എന്തായാലും നിനക്കും ഇപ്പൊ അത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2-3 എണ്ണം എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചേക്കാന്നൊക്കെ അവൻ പറയുമ്പോ ഒരു കസ്റ്റമറെ ഒരു പ്രോഡക്റ്റിനുള്ളുവെങ്കിൽ പോലും അത് എത്ര കാര്യമായിട്ടാണ് സൂബിൻ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം അവളെ വളരെയധികം ഇംപ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് അവിടെ ജോലിയൊക്കെ ചെയ്യാണ്. ഓരോന്ന് അടുക്കി പറക്കി വെക്കുന്നതിന്റെ ഇടയിൽ ഹൈറ്റിലേക്ക് കയറി നിന്ന് അവൾ അറിയാതെ അവിടെ നിന്ന് ബാലൻസ് തെറ്റി വീഴാനായി പോകുമ്പോ അത് കണ്ടുവരുന്ന കിമ്മാണ് അവളെ സേഫ് ആയി പിടിക്കുന്നത്. ആദ്യം 2-3 കണ്ണും ഉടക്കി നിൽക്കുന്നുണ്ടെങ്കിലും അയ്യോ ഇവൻ ടെറർ പീസ് ആണല്ലോ എന്ന് ഓർക്കുന്ന അവള് പെട്ടെന്ന് തന്നെ മാറി നിന്നിട്ട് അയ്യോ സോറി, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയുമ്പോൾ അവനും അത് വലിയ കാര്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് സ്ഥിരമായി സിയോക്ക് ഷോപ്പിലേക്ക് വരുന്ന സമയമാകുമ്പോ അന്നും അവൻ വരുന്നുണ്ട്. അവൻ ഡ്രിങ്ക്സ് എടുക്കാനായി ആ ഒരു സെക്ഷന്റെ അവിടേക്ക് ചെല്ലുമ്പോ അവിടെ ഒരു കൊച്ചുകുട്ടി ഒരു ഡ്രിങ്ക്സ് ബോട്ടിൽ എടുക്കാനായി ശ്രമിക്കുന്നത് അവൻ കാണുന്നു. ആ കൊച്ചിന് എത്തുന്നൊന്നുമില്ല. അവനാണെങ്കിൽ അത് കണ്ട് പാവം തോന്നി അതെടുത്ത് ആ കൊച്ചിന് കൊടുക്കാൻ നോക്കുമ്പോ കൈയൊക്കെ കൊടുത്ത് പിള്ളാരെ പിടിച്ചോണ്ട് പോകുന്ന പിള്ളാരെ പിടുത്തക്കാരെ കുറിച്ച് കേട്ട് പേടിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയാകട്ടെ തന്നെ ഡ്രിങ്ക്സ് തന്ന് ഈ ഒരു അപരിചിതൻ തട്ടിക്കൊണ്ടു പോകാൻ നോക്കുകയാണെന്ന് കരുതി പെട്ടെന്ന് അവിടെ കിടന്ന് ബഹളം വെക്കാനായി തുടങ്ങുന്നു. സിയോക്ക് ആ കുട്ടിയെ സഹായിക്കാനാ നോക്കിയതെന്നും ആ കൊച്ചിന് മനസ്സിലായില്ല. അത് കിടന്ന് കരഞ്ഞ് ബഹളം വെക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന അതിന്റെ അച്ഛൻ ഓടി വന്ന് കൊച്ചിനെ ആശ്വസിപ്പിക്കുന്ന ഒപ്പം തന്നെ കൊച്ചിന്റെ അടുത്ത് നിന്ന് സിയോക്ക് ഏതാണ്ട് കൊച്ചിനെ ചെയ്തു എന്ന് ആരോപിച്ച് തട്ടിക്കയറുമ്പോ അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നൊന്നും അയാൾ കേൾക്കുന്നില്ല. ഇതെല്ലാം കണ്ട് അതിൽ ഇടപെടുന്ന ജൂഹയും സിയോക്കിനെ തനിക്കറിയാം ആൾ അങ്ങനത്തെ ഒരു മോശക്കാരനൊന്നും അല്ല എന്നെല്ലാം അവള് സിയോക്കിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. സാർ വേണമെങ്കിൽ CCTV ഫുട്ടേജ് നമുക്ക് പരിശോധിക്കാന്ന് പറഞ്ഞ് അവൾ അവിടുത്തെ CCTV വിഷ്വൽ അയാളെ കാണിക്കുമ്പോൾ തന്റെ കുഞ്ഞിന് ഡ്രിങ്ക്സ് എടുത്ത് സഹായിച്ചതാണ് സിയോക്ക് എന്ന കാര്യം അയാൾക്ക് മനസ്സിലാവുന്നു. അയാൾ സിയോക്കിനോട് മാപ്പ് പറയുമ്പോ അത് സാറില്ല എന്ന് പറഞ്ഞ സിയോക്ക് ആ കുട്ടിക്ക് ആ ഡ്രിങ്ക്സ് തന്നെ ഗിഫ്റ്റ് ചെയ്ത് ഹാപ്പിയായി അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസമാകട്ടെ അവൻ പതിവ് പോലെ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. 2 ബോട്ടിൽ ഡ്രിങ്ക്സ് എടുത്തിട്ട് അത് 2ഉം ബില്ലടിച്ചിട്ട് ഒരെണ്ണം അവൻ എടുക്കുകയും ഒരെണ്ണം ജൂഹയ്ക്ക് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കാണുന്നവൾ ഞാൻ നല്ല സഹായിച്ചതിനുള്ള താങ്ക്സ് ആണോ ഇതെന്ന് ചോദിക്കുമ്പോൾ അവൻ അതായിട്ടും പക്ഷെ സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല. അല്ല, ഞാൻ ഓർക്കാതെ 2 എണ്ണം ബില്ലടിച്ചതാ, ഇനിയിപ്പോ ഒരെണ്ണമല്ല ഞാൻ കുടിക്കും, മറ്റേത് ഞാൻ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ക്യാരി ബാഗ് അതിനായിട്ട് വാങ്ങണ്ടേ, വെറുതെ മെനക്കേടല്ലേ, അതുകൊണ്ട് നീ കുടിച്ചോന്ന് അവൻ പറയുമ്പോൾ എനിക്ക് വേണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ അവൻ ഇല്ലില്ല നീ ഇത് കുടിച്ചേ പറ്റൂ, എനിക്കിത് ഇനി എന്തായാലും കൊണ്ടാൻ വയ്യാന്ന് അവൻ പറയുന്ന ടീം എന്നോട് താങ്ക്സ് ആയിട്ടാണ് ഇത് തരുന്നതെങ്കിൽ ആക്ച്വലി അതല്ല നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം സ്മോക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്, അതൊരു ചീത്ത ശീല, അത് നിർത്താൻ നോക്കുന്നു അവള് പറയുമ്പോ ഞാൻ ട്രൈ ചെയ്യാന്ന് അവനും പറയുന്നു. അത് കേട്ട് അവളും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൾ ഷോപ്പിൽ നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് ബോങ് ജെ വരുന്നു. ഈ വീക്ക് എന്തെങ്കിലും നീ ഒന്ന് ഫ്രീ ആണോ, നമുക്ക് ഡേറ്റിന് പോകാം എന്നവൻ അവളോട് പറയുന്നു. എന്താ ഈ വീക്ക് തന്നെ പോകണമെന്ന് നിർബന്ധമെന്ന് അവള് ചോദിക്കുമ്പോ അത് പിന്നെ എനിക്കൊരു ഫിലിമിന്റെ 2 ടിക്കറ്റ്
കിട്ടിയിട്ടുണ്ട്, അത് ഈ വീക്ക് എക്സ്പയർ ആവും. എനിക്കാണെങ്കിൽ ആ ഫിലിം കാണണമെന്ന് വലിയ ആഗ്രഹം, അതുകൊണ്ട് നീ എന്റെ കൂടെ കമ്പനി വരുമോന്ന് അവൻ ചോദിക്കുമ്പോ വരാം, ഫ്രീ ആകുമ്പോ പറയാന്ന് അവളും പറയുന്നു. അങ്ങനെ പിന്നീട് ഷോപ്പിലേക്ക് സിയോങ് വരുന്ന ടീം അവൻ പുകവലിക്കാനുള്ള ഒന്നും തന്നെ വാങ്ങാതെ പകരം ഒരു പാക്കറ്റ് ചൂയിങ്കം വാങ്ങുന്നത് കാണുന്ന അവൾ പുകവലി നിർത്തിയോ എന്ന് മാത്രം അതിനെപ്പറ്റി അവനോട് ചോദിക്കുമ്പോ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാള് എന്നോട് നിർത്താൻ പറഞ്ഞാ പിന്നെ എനിക്ക് നിർത്താതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് പോകുന്നു. ഇവനിപ്പോ എന്ത് ഈ പറഞ്ഞെന്ന് അവൾ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രണ്ടുപേര് വരുന്നത്. അവർ വന്ന് ആവശ്യപ്പെടുന്നത് ഒരു പാക്കറ്റ് സിഗരറ്റ് ആണ്. പക്ഷെ അവരെ കണ്ടാൽ തന്നെ അവർ പ്രായപൂർത്തി ആവാത്തവരാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ അവരുടെ ID കാർഡ് ചോദിക്കുന്നു. കാരണം മൈനേഴ്സ് പുകവലിക്കാൻ പാടില്ല. പക്ഷെ അവരാകട്ടെ ID കാർഡ് കാണിക്കുന്നില്ല. ID കാർഡ് കാണിച്ചില്ലെങ്കിൽ ഇത് തരാൻ സാധിക്കില്ല, ഇവിടെ അത് വിൽക്കില്ല എന്ന് അവൾ പറയുമ്പോ അവർക്ക് ആകെ ദേഷ്യം വരുന്നു. പിന്നെ നിങ്ങൾ എന്തിനാ ഈ കട വെച്ചേക്കുന്നത്? ഇതൊക്കെ വിൽക്കാനല്ലേ വെച്ചേക്കുന്നത്, കാശിനല്ലേ വിൽക്കുന്നത്, ഓസിനൊന്നും അല്ലല്ലോ എന്ന് അവർ ദേഷ്യപ്പെടുന്നു. ആ ഒരു ടൈം ആ പയ്യന്മാർ അവളോട് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മുന്നേ ഇവിടെ നിന്ന് പോയ ബോങ്ജയുടെ വരവ്. അവൻ ആ പയ്യന്മാരോട് ദേഷ്യപ്പെടാനായി തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കിം വരുന്നു. അങ്ങനെ കിമ്മാണ് പയ്യന്മാരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. നിങ്ങൾ രണ്ടുപേരും മുന്നേ ഇവിടുന്ന് പോയതല്ലേ, പിന്നെന്താ പതിവില്ലാതെ തിരിച്ചു വന്നതെന്ന് അവള് ചോദിക്കുമ്പോ ഞങ്ങൾ സാധനം വാങ്ങാൻ വന്നതാണെന്ന രീതിയിൽ രണ്ടുപേരും പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി രണ്ടുപേരും ഇവളെ വീണ്ടും കാണാനായിട്ട് തന്നെ വന്നതാണ്. പിന്നീട് അവിടെ നിന്ന് ബോങ്ജെ ഫുഡ് കഴിക്കാനായി ജോഹയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ഡ്രിങ്ക്സ് അടിച്ച് ആകെ ഫിറ്റ് ആകുമ്പോ ഞാൻ നിന്നെ കാണാനായിട്ട് തന്നെ വന്നതാ, പക്ഷെ അതിന്റെ ഇടയിൽ ആ സൂബിൻ കയറി വന്ന് എല്ലാം കുളമാക്കിയല്ലോ എന്നല്ല അവൻ ഇങ്ങനെ പിറുവിറുത്ത് പതിയെ മയങ്ങി പോകുമ്പോ അതെല്ലാം കേട്ട് അവള് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് സൂപ്പർ മാർക്കറ്റില് ജോലി ചെയ്ത് നല്ല ടയേർഡ് ആവുന്ന ടീം അവൾ അറിയാതെ തന്നെ നിന്നുറങ്ങുന്നുണ്ട്. ആ ടീം അവിടേക്ക് എത്തുന്ന സൂബിൻ അവളെ അതൊക്കെ കണ്ട് എന്ത് ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അവൻ പിന്നീട് പുറത്തേക്ക് പോകുമ്പോ ഇവൾ അവിടെ ഉണ്ടായിരുന്ന കിമ്മിന്റെ കൂടെ സാധനങ്ങൾ അടുക്കി പെറുക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ആ സമയം അവൾക്ക് വല്ലാത്ത വയറുവേദന എടുത്ത് അവൾ പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോകുന്നു. അവൾക്ക് പീരീഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടീം വേണ്ട പാഡോ ഒന്നും തന്നെ അവളുടെ കയ്യിലില്ല, എക്സ്ട്രാ ഡ്രസ്സും ഇല്ല. എന്ത് ചെയ്യുന്നു ടെൻഷൻ ആവുന്ന അവൾ അവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ടീം ഇവള് മുന്നേ പോയതൊക്കെ ശ്രദ്ധിക്കുന്ന കിം ആകട്ടെ അവിടെ ഒരു കവർ കൊണ്ടുവെക്കുന്നു. വാഷ്റൂമിന്റെ പുറത്ത് ഇങ്ങനെ അവൻ കവർ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൾ ഡോറ് തുറന്നത് എടുക്കുന്നു. നോക്കുമ്പോൾ അതിൽ ഒരു പാഡും എക്സ്ട്രാ ഡ്രസ്സും ഉണ്ടായിരുന്നു. അവൾ വളരെ ഹാപ്പി ആവുന്നു. അവൾ പുറത്തേക്ക് എത്തി അവനോട് താങ്ക്സ് പറയുമ്പോൾ അവൻ അവൾക്ക് ഒരു സാൻഡ്വിച്ചും നൽകുന്നുണ്ട്. പക്ഷെ അത് നേരിട്ടങ്ങ് കൊടുക്കാതെ ഇങ്ങനെ ഉയരത്തിലേക്ക് പൊക്കി പിടിച്ച് അവളോട് ചാടി പിടിക്കാനായി പറയുന്നു. അവളത് എടുക്കാൻ നോക്കുന്ന ടൈമാണ് സൂബിന്റെ വരവ്. അവൻ സാൻഡ്വിച്ച് കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. അവൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കിം തനിക്കായിട്ട് തരുന്ന സാൻഡ്വിച്ച് കഴിക്കണോ അതോ സൂബിൻ തരുന്ന സാൻഡ്വിച്ച് കഴിക്കണോ എന്ന് അവൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ. അവൾ എന്തായാലും ആ ടീം സെലക്ട് ചെയ്യുന്നത് കിമ്മിന്റെ സാൻഡ്വിച്ച് തന്നെയാണ്. അത് സൂബിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സൂബിനാകട്ടെ ജൂഹയുടെ അടുത്തെത്തി അവളെ ഇപ്പോ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം ഈ ഒരു ഷോപ്പ് ഇവനാണ് കാര്യങ്ങൾ കൂടുതൽ നോക്കി നടത്തുന്നതെങ്കിലും ഇതിന്റെ ഓണർഷിപ്പില് പാർട്ട്ണർഷിപ്പ് മറ്റു ചിലർക്കും ഉണ്ട്. അപ്പോ ചില കസ്റ്റമേഴ്സ് ഇവളെ പറ്റി അവരോടൊക്കെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വിടാതെ വേറെ വഴിയില്ല എന്ന് മറുപടി പറയുന്നു. പറഞ്ഞു വിടാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ അവളും സങ്കടം ആവുന്നുണ്ടെങ്കിലും അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ അത് കേട്ട് നിൽക്കാണ് ആ ടീം. അവിടേക്ക് എത്തുന്ന ബോങ്ജെ ആകട്ടെ ഇതിനെപ്പറ്റി അപ്പൊ കേൾക്കുകയും എന്തിനാ ഇവളെ പറഞ്ഞു വിടുന്നെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ലെന്ന് സൂബിൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ എന്തായാലും ഇത് ഇവളുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒരു ഫേവറൽ പാർട്ടി പോലെ നടത്താനായി ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് ജൂഹയുടെ കൂടെ ബോങ്ജയും സൂബിനും കിമ്മും സിയോക്കും ഒക്കെ പോകുന്നുണ്ട്. ഈ 4 ബോയ്സ് ആണല്ലോ ഇവിടെ വന്നതിനു ശേഷം ഇവളുമായി വളരെ ക്ലോസ് ആയിട്ടുള്ളത്. അങ്ങനെ അവിടെ വെച്ച് ഡ്രിങ്ക്സ് അടിച്ച് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യുന്ന ഇവർ പരസ്പരമുള്ള മെമ്മറീസ് ഷെയർ ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ഒരു ഗെയിം കളിക്കാനായി പോവാണ്. ഓരോരുത്തരും അവരുടെ ചാൻസ് വരുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കണം. ആ പറയുന്ന കാര്യം നിങ്ങളുമായി റിലേറ്റബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിരൽ ഫോൾഡ് ചെയ്യണം. അങ്ങനെ 5 ഫിംഗേഴ്സിൽ ആരുടെ ഫിംഗർ ആണ് ആദ്യം മൊത്തത്തിൽ ഫോൾഡ് ആകുന്നത് അവരാണ് വിജയിക്കുക. അങ്ങനെ ഗെയിം കളിച്ച് എല്ലാവരുടെയും 4 ഫിംഗർ വരെ ഫോൾഡ് ആവുന്നു. അങ്ങനെ അടുത്ത ചാൻസ് വരുന്ന സൂബിൻ ഈ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഇവിടെയുള്ള ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്ന് പരസ്പരം നോക്കുന്നുണ്ട്. അതിനുശേഷം 4 ആൺപിള്ളേരും അവരുടെ ആ ഒരു അവസാന വിരലും മടക്കുന്നു. ആ ടീം ആദ്യം ഇത് കണ്ട് ജൂഹ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. കാരണം ഇവർക്ക് ക്രഷ് തന്നോടാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ അതിലൊന്ന് വല്ലാതെ ബ്ലഷ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതിനുശേഷം അവളും ക്രഷ് തോന്നിയിട്ടുണ്ട് എന്ന രീതിയിൽ അവളുടെ വിരലും മടക്കുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ജൂഹ കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോകുന്നു. അവളിപ്പോ അവിടെ ജോലിക്കല്ല പോയിരിക്കുന്നത്, മറിച്ച് കിമ്മിനെ കാണാനായിട്ടാണ്. അവിടെ അവൾ കിമ്മിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ അവൻ ഒരു ആവശ്യത്തിന് അകത്തേക്ക് പോകുമ്പോൾ അവിടെ കിമ്മിനെ കണ്ട് വായി നോക്കി നിൽക്കാനായിട്ട് മാത്രം വരുന്ന ആ പെൺകുട്ടികള് ഇത് കണ്ട് ദേഷിച്ച് അവളോട് വന്ന് ഷൗട്ട് ചെയ്യുന്നു. മുന്നേ ഞങ്ങൾ നിന്നോട് ഇവിടെ താക്കീത് ചെയ്തതല്ലേ, മേലാൽ കിമ്മിന്റെ മുന്നിൽ ഇങ്ങനെ ക്യൂട്ടായിട്ട് നിൽക്കരുത് എന്നെല്ലാം. എന്നിട്ട് നീ എന്തി കാണിക്കുന്നതെന്നൊക്കെ അവർ ദേഷ്യപ്പെടുമ്പോ കിം ആകട്ടെ അവളുടെ അടുത്തേക്ക് എത്തി
പെൺകുട്ടി അവൾക്ക് ഒരു കിസ് കൊടുക്കുന്നു. ഇത് കണ്ട് ഈ പെൺകുട്ടികൾ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഇവൻ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് അവൾ അവരുടെ മുന്നിൽ വെച്ച് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഒന്നിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപത്ത് വന്ന സമയത്ത് തന്നെ മനസ്സറിഞ്ഞ് സഹായിച്ച വളരെ കെയറോടുകൂടി തന്നോട് പെരുമാറുന്ന കിമ്മുമായി ജോഹ റിലേഷനിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഇതറിയുന്ന സൂബിനാകട്ടെ അവളോട് ചെന്ന് സംസാരിക്കുന്നു. ആക്ച്വലി ഇവിടെ വെച്ച് കിമ്മുമായി ഇവള് ക്ലോസ് ആകുമെന്ന പേടിയിലാണ് അവൾ അവോയ്ഡ് ചെയ്യാനായി സൂബിൻ അവിടുത്തെ ജോലിയിൽ നിന്ന് അവളെ പറഞ്ഞു വിട്ടത്. അത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവനിപ്പോ ആ കാര്യം പറഞ്ഞ് അവളോട് സോറി ചോദിക്കുമ്പോൾ അവൾ അതൊക്കെ സാരമില്ലാന്ന് വെച്ച് അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവന്റെ റിക്വസ്റ്റ് പ്രകാരം സമ്മതിക്കുന്നു. ബോങ്ജയും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അവനും പക്ഷെ ജോഹ അവൾക്ക് പറ്റിയൊരു പാർട്ട്ണറിനെ തെരഞ്ഞെടുത്തതിൽ അവളുടെ ചോയ്സിനെ റെസ്പെക്ട് ചെയ്ത് ഹാപ്പി ആയിരിക്കുന്നു. ഇതേ ടീം സിയോക്കാകട്ടെ അന്നും പതിവ് പോലെ അവന്റെ ഫേവറേറ്റ് ഡ്രിങ്ക്സ് എടുക്കാനായി ഷോപ്പിലേക്ക് എത്തുന്നു. അന്ന് അവന ഡ്രിങ്ക്സ് തപ്പി പിടിച്ചത് എടുക്കാനായി വരുമ്പോഴേക്കും അവനെ പോലെ അതേ ഡ്രിങ്ക്സ് തപ്പി ഇവിടേക്ക് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയും അവനും ഒരേ സമയത്താണ് അത് എടുക്കാനായി നോക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ആദ്യം അത് എനിക്ക് വേണം, ഇല്ല എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നുണ്ടെങ്കിലും ഒടുക്കം ആ പെൺകുട്ടി ശരി ഇത് നിങ്ങൾ എടുത്തോ, പകരം നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് തരുമോ? കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായെന്ന് അവള് പറയുന്ന ടീം അവനും അത് കേട്ടൊന്ന് ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ അവന്റെ വളരെ ഫേവറേറ്റ് ആയ ഈ ഡ്രിങ്ക്സിന്റെ കാര്യം കൊണ്ട് തന്നെ അവനിപ്പോ ഒരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആയതുപോലെ ഉണ്ട്. എന്തായാലും ഇവിടേക്ക് ജോലിക്ക് വന്ന ജോഹയും പിന്നീട് അവൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ആ 4 പയ്യന്മാരുടെയും ജീവിതം അങ്ങനെ വളരെ രസകരമായി തന്നെ തട്ടിമുട്ടിയും മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.